യെസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡബ്ല്യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് മാത്രമല്ല, സബ്സ്ക്രൈബും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1K എത്തിക്കണം, അതായത് 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കണം. നമ്മുടെ ഏജ് ടോക്ക് എന്ന് പറയുന്ന ചാനലായിരുന്നു, അതിൽ വേറെ കണ്ടൻറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിലാണ് ഇപ്പോൾ കണ്ടൻറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെല്ലാം തന്നെ ഇതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. സാഷ ബിങ്സ് നമ്മൾ സോളോ സിക്കവെ അക്നോളജ് ചെയ്തു. നിങ്ങൾ കേട്ടപ്പോൾ ഞെട്ടിക്കാണും. അത് ഉറപ്പായിട്ടും നമ്മുടെ സോളോ സിക്കവെ സാഷ ബിങ്സ് അക്നോളജ് ചെയ്തിരിക്കുകയാണ്. ഇതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജേക്കബ് ഫട്ടു. പുള്ളിയാണ് ഐ ലവ് യു സോളോ എന്ന് പറയുന്നൊരു സംഭവം ഒരു എപ്പിസോഡിൽ സോളോ സിക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഐ ലവ് യു സോളോ. എന്തായാലും അത് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വൈറലായി ഫേമസായി. എന്തായാലും അതിൻ്റെ പേരിൽ കുറേ അധികം അക്കൗണ്ട്സ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു അക്കൗണ്ട് ഐ ലവ് യു സോളോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ചെയ്യുന്ന നമ്മുടെ സാഷ ബേങ്സിനോട് അവരുടെ ഒരു സോഷ്യൽ മീഡിയ അടി വന്ന് ചോദിച്ച ചോദ്യമാണ് ഡ്യൂ ലവ് സോളോ എന്ന്. അതായത് നിങ്ങൾക്ക് സോളോ ഇഷ്ടമാണെന്ന്. അപ്പോൾ സാഷ ബേങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ ഡു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്നോളജ്മെൻറ്റ് സിമ്പലും കാണിച്ചിരിക്കുന്നു. സോ എന്തായാലും നമ്മുടെ സാഷ ബേങ്സും സോളോ സിക്ക അക്നോളജ് ചെയ്തിരിക്കുകയാണ്. സോ എന്തായാലും സോളോ സിക്കാവോ ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി ലൈൻസൊക്കെ വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. എന്തായാലും റോമൻ റെയിൻസ് എത്ര പേരെയാണ് രക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളാണ് നോക്കുക, ഈ ഒരു സൂപ്പർ സ്റ്റാർസൊക്കെ ഈ ഒരു ലെവലിലേക്ക് പോകേണ്ടവരായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇത്ര പെട്ടെന്ന് ഒരിക്കലുമല്ല. സോ അവരെയാണ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു സ്റ്റോറി ലൈനെ കൊണ്ടുവന്ന് ഈ ഒരു ലെവലിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നത്. സോ റോമൻ റെയിൻസ് കാരണം ഒരു ഫാമിലി തന്നെ രക്ഷപ്പെട്ടു. അതും നല്ല രീതിയിൽ തന്നെ രക്ഷപ്പെട്ടെന്ന് പറയാം. ചെറിയ രീതിയിലല്ല. ഡബ്ല്യു ചുമ്മാതെ വന്ന് പോകുന്ന സൂപ്പർ സ്റ്റാർ അല്ല, നല്ല രീതിയിൽ തന്നെ അവർ ഡബ്ല്യു കാണിക്കുന്നുണ്ട്. ടോപ്പ് സ്റ്റോറി ലൈൻ ഇടുന്നുണ്ട്. സോ ഒരാൾ മതി ഒരു ഫാമിലി രക്ഷിക്കാൻ എന്ന് കാണിച്ചെന്നൊരു വ്യക്തിയാണ്. നമുക്കറിയാം റോമൻ റെയ്ൻസിന് മുമ്പ് അതിൻ്റെ ഫാമിലിയിൽ നിന്ന് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. ബട്ട് റോമൻ റെയ്ൻസ് ക്രിയേറ്റ് ചെയ്ത പോലൊരു ഇമ്പാക്റ്റ് സമോവൻ ഫാമിലിയിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലഡ് ലൈൻ ഫാമിലിയിൽ നിന്ന് റോക്കൊക്കെ ഉണ്ട്, എന്നാലും അത്ര ഒരു കണക്റ്റഡ് അല്ല റോക്ക് എന്ന് പറയുന്നത്. ബട്ട് റോക്കിനെക്കാട്ടിലും ഫാമിലിക്ക് കുറേ അധികം വരാൻ കാരണം നമ്മുടെ റോമൻ റെയ്ൻസ് തന്നെയാണ്. സോ എന്തായാലും ഞാൻ അക്നോളജ് ചെയ്യുന്നത് സോളോ സിക്കോ അല്ല, ഞാൻ അക്നോളജ് ചെയ്യുന്ന റോമൻ റെയിൻസിനെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വേഡ് ബററ്റ് അല്ലെങ്കിൽ ബാഡ് ന്യൂസ് ബററ്റ്. എനിക്ക് ബാഡ് ന്യൂസ് ബററ്റ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. എന്തായാലും നമുക്കറിയാം, അദ്ദേഹം കുറച്ച് നാൾ കൊണ്ട് ചില ഇൻ്റർവ്യൂസിനും അല്ലാതെയൊക്കെ പറയുന്നുണ്ട് താൻ നല്ല ഷേപ്പിലാണ്, ഇപ്പോൾ റെസ്ൽ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട് സ്റ്റിൽ നെവർ സേ നെവർ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ സാധിക്കും അതിനുള്ള ഒരു ഷേപ്പിലാണ് താനെന്ന് വേഡ് ബററ്റ് എടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഡബ്ല്യുയുടെ ബാക്ക് സ്റ്റേജിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ബാഡ് ന്യൂസ് ബററ്റ് അദ്ദേഹം എന്തായാലും ഒരു ഫുൾ ടൈമറായിട്ട് ഇനി ഡബ്ല്യുയിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം വരാനുള്ള സാധ്യതകളുണ്ട്, ഒരു ചില മാച്ച് ചെയ്യാൻ, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതായത് നമുക്കറിയാം ബാഡ് ന്യൂസ് ബററ്റ് അതുപോലെ തന്നെ ഡ്രൂ മക്കിൻ്റെയർ ആ ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും യൂറോപ്യൻസാണ്, ഒരാൾ ഇംഗ്ലണ്ടും ഒരാൾ സ്കോട്ട്ലൻഡും. സോ അങ്ങനെ ഒരു സ്റ്റോറി ലൈനൊക്കെ വന്നാൽ നല്ലതായിരിക്കും. അവരിപ്പോൾ ഒരു സ്റ്റോറി ലൈൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ആ ഒരു സ്റ്റോറി ലൈൻ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. വേണമെങ്കിൽ റസൽമേനിയയിലേക്കൊക്കെ വെക്കാവുന്നൊരു മാച്ചാണ്. കാരണം ബാഡ് ന്യൂസ് ബററ്റ് തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ ഡ്രൂ മക്കിൻ്റെയർ മാച്ച് എന്നൊക്കെ പറയുന്നത് നല്ലൊരു മാച്ച് തന്നെയാണ്. കാരണം ബാഡ് ന്യൂസ് ബററ്റിൻ്റെ റിട്ടേൺ ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേനും അത് റസൽമേനിയയിലൊരു നല്ല മാച്ച് തന്നെയായിരിക്കും. പിന്നെ യൂറോപ്യൻ സ്കോട്ട്ലാൻഡ് വേഴ്സസ് ഇംഗ്ലണ്ട്, സോ ഗുഡ് എന്ന് തന്നെ പറയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കർട്ട് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റാണ്. എന്തായാലും പണ്ട് തന്നെ എല്ലാവരും ട്രോളിയൊരു സംഭവമാണ് ഞാൻ കർട്ട് ആംഗിളിന് കുർട്ട് ആംഗിൾ എന്ന് വിളിക്കുന്നത് പറഞ്ഞുകൊണ്ട്. സോ എന്തായാലും കർട്ട് ആംഗിൾ തന്നെയാണ് വിളിക്കുന്നത്. എന്തായാലും പുള്ളിയോട് എന്തായാലും ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, അതായത് ജോൺസിനെ റിട്ടേൺ ചെയ്യാൻ പോകുകയില്ല, അതിൻ്റെ ഒരു ലാസ്റ്റ് റൺ വരാൻ പോവുകയല്ലേ, സോ അതിൽ ജോൺസിനെ നേരിടാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാര്യം എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്, ബട്ട് എൻ്റെ ബോഡി അതിനൊരിക്കലും സമ്മതിക്കില്ല. അതായത് ഇനി ഒരിക്കലും താൻ റിങ്ങിലേക്കൊരു ഇൻറിങ് റിട്ടേൺ, അതായത് റെസ്ൽ ചെയ്തുകൊണ്ടുള്ള റിട്ടേൺ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കർട്ട് ആംഗിൾ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കാരണം അദ്ദേഹം കുറേ പറയുന്നുണ്ട്. ഇതിൻ്റെ സർജറിയുടെയും ഇഞ്ചുറിയുടെ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇത്രയുണ്ട്, ഒരു വലിയ ഷീറ്റാനുണ്ട്. അതായത് ഇത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് തനിക്ക് 5 നെക്ക് സർജറി ഇപ്പോൾ കഴിഞ്ഞു, ഒരു നീ സർജറി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഷോൾഡർ റീപ്ലേസ് ചെയ്ത് വെക്കണം. സോ ഇതൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനിയൊരു റിട്ടേൺ ഉണ്ടാകില്ല ഉണ്ടെങ്കിലേക്ക് തന്നെ അദ്ദേഹം പറയുന്നത്. കർട്ട് ആംഗിളിലേക്ക് കാലം കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈമിൽ അദ്ദേഹം വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു. സോ ഏജ്ഡ് ആയില്ലേ, സോ ഇനിയും കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം പോയെന്ന് വെച്ചും വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് അദ്ദേഹത്തിന് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ, അത്രയും നമുക്ക് പറയാനുള്ളൂ. അദ്ദേഹം റെസ്ൽ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അവസാനഘട്ട റെസ്ലിംഗൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ഏജിലേക്ക് വരുമ്പോൾ എല്ലാവരും ആ ടൈപ്പ് ഓഫ് റെസ്ലിംഗ് ആണ്. നമ്മളതിനെ കുറ്റം പറഞ്ഞിട്ടോ വേറെ രീതിയിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് അവരുടെ ആ ഒരു എന്താ പറയുക, മനസ്സിൻ്റെ ധൈര്യം വീണ്ടും ആ ഒരു പ്രായത്തിലും റെസ്ൽ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യത്തിന് നമ്മൾ ഉറപ്പായിട്ടും കൈയടിക്കുക തന്നെ വേണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മോട്ടോർ സിറ്റി മെഷീൻസ്, അവരാണ് ഡബ്ല്യുഡബ്ല്യുഇ ഇപ്പോഴത്തെ പുതിയ ടാഗ് ടീം ചാമ്പ്യൻസ്.
ആരെ തോപ്പിച്ചാണ് ചാമ്പ്യന്മാരായത്? ബ്ലഡ് ലൈനെ ലെജൻഡ് ടാമാറ്റോങ്കയും ടാങ്കാലോവയൊക്കെ തോപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ചാമ്പ്യനായത്. എന്തായാലും കളിയൊക്കെയൊന്നുമില്ല. സോ എന്തായാലും ഫ്യൂച്ചർ ലെജൻസ് ആയിരിക്കും അവർ. എന്തായാലും അവരെ തോപ്പിച്ചുകൊണ്ടാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് നിൽക്കുന്ന ആൾക്കാരെ തോപ്പിച്ചുകൊണ്ടാണ് മോട്ടോർ സിറ്റി മെഷീൻസ് ചാമ്പ്യന്മാരായത്. അതിലത് 2 അംഗങ്ങളാണ്, നമുക്കറിയാം. അവർ 2 പേരുടെയും പേര് ക്രിസ് ആവിനും അതുപോലെ തന്നെ അലക്സ് ഷെല്ലിയും. സോ എന്തായാലും ഇവർക്ക് നല്ലൊരു പരിഗണനയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഇതാണ് അവർക്ക് ലോക്കർ റൂമിൽ കിട്ടുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് എല്ലാ ആളുകളും അവരിൽ ഇമ്പ്രസ്ഡ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബാക്ക് സ്റ്റേജിലാണെങ്കിലും WWE പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും WWE മാനേജ്മെൻറ്റ് ആണെങ്കിലും എല്ലാവരും ഇവരിൽ ഇമ്പ്രസ്ഡ് ആണ്. എന്തായാലും WWE ടാഗ് ടീമിൻ്റെ ഫ്യൂച്ചറായിട്ടാണ് ഇവരെ 2 പേരെയും കരുതുന്നത്. എന്തായാലും വന്നപ്പോൾ തന്നെ ചാമ്പ്യനായി. അതിപ്പോൾ കത്തിയിരിക്കുന്ന താരങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ ചാമ്പ്യനാകാൻ സാധിച്ചു. സോ അതെന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മോട്ടോർ സിറ്റി മെഷീൻസിനെ കുറിച്ച്? കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയുക. ഇനി അടുത്ത അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. നേരത്തെ WWE ഒരു തീം സോങ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ജിം ജോൺസ്റ്റൺ ആയിരുന്നു. ട്രിപ്പിൾ എച്ചിൻ്റെയും അങ്ങനെ അണ്ടർടേക്കറിൻ്റെ, റാൻഡി ഓർട്ടൻ്റെയൊക്കെ ഒരു തീം ജിം ജോൺസ്റ്റൻ്റെ വകയായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ പുതിയ തീം നമുക്കറിയാം ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡെഫ് റബലാണ്. സോ ഇതിൻ്റെ തീം സോങ് ഒന്നും അത്ര മികച്ചതല്ല എന്ന് തന്നെ പറയണം. എന്തായാലും ജിം ജോൺസ്റ്റൺ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ WWE തീം സോങ് എല്ലാം ഒരേ പോലെയാണ്, എന്താ പറയുക, ട്യൂൺ ചെയ്യുന്നതല്ല, നമുക്ക് കേൾക്കുമ്പോൾ എന്താ പറയുക, എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നതെന്നാണ് ജിം ജോൺസ്റ്റൺ പറയുന്നത്. സോ എന്തായാലും ഇപ്പോൾ ഡെഫ് റിവലിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ കഴിയാറായി. സോ അദ്ദേഹത്തിൻ്റെ WWE ഇനിയും എന്താ പറയുക ഹയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ തീം സോങ് ഒന്നും അത്ര വലിയ രസമില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ആവറേജ് തീം സോങ് ഒക്കെ തന്നെയാണ്. നമുക്ക് ടോട്ടലായിട്ട് ഒട്ടും കൊള്ളില്ല എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. നമ്മളിങ്ങനെ കുറേയധികം ഇങ്ങനെ തീം സോങ് കേട്ട് വന്നുകൊണ്ടായിരിക്കും നമുക്കിതൊന്നും താല്പര്യമില്ലാത്തത്. ബട്ട് സ്റ്റിൽ ഒരു ആവറേജ് തന്നെയാണ്. ബട്ട് കുറച്ചുകൂടെ നമുക്ക് വേണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും വരുമെന്ന് വിചാരിക്കാം കുറച്ചുകൂടെ നല്ല തീം സോങ്സൊക്കെ. അതായത് ഇനി പുതിയൊരാൾ വരുമ്പോൾ കുറച്ചുകൂടെ നല്ല തീം സോങ്സ് ഒക്കെ വരുമെന്ന് വിചാരിക്കും. WWE ഇപ്പോൾ ഹയർ ചെയ്യുന്നത് ടോപ്പ് ആൾക്കാരെ ആയിരിക്കും. എന്തായാലും ഒരു ടോപ്പ് നോച്ച് സംഭവം തന്നെ അവരിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് AJ സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് AJ സ്റ്റൈൽസ് എപ്പോൾ റിട്ടേൺ ചെയ്യുമെന്ന്. എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് AJ സ്റ്റൈൽസ് ഉടനെ എങ്ങും റിട്ടേൺ ചെയ്യത്തില്ലെന്നാണ്. എന്തായാലും അദ്ദേഹം ഈ ഇടയ്ക്ക് ഒരു സ്മാക്ക് ഡൗണിൽ വന്നിരുന്നു. സോ ആ ഒരു സ്മാക്ക് ഡൗണിൽ വന്നതിന് ശേഷം അദ്ദേഹം പിന്നെ പരിക്കായിട്ട് പോവുകയായിരുന്നു. ആ ഒരു സമയത്ത് പറഞ്ഞത് അതൊരു റിയൽ ഇഞ്ചുറിയാണ് ആ പറ്റിയ സമയത്ത്. പിന്നെ പറഞ്ഞതൊരു എന്താ പറയുക സ്റ്റോറി ലൈൻ ബേസ്ഡ് ഒരു സംഭവമാണെന്ന്. പിന്നെ പറഞ്ഞു അത് പിന്നെ റിയലാണെന്ന്. ഫസ്റ്റ് റിയൽ ഫേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്തായാലും എന്താണ് ആ ഒരു ഇഞ്ചുറിയുടെ കാര്യം ഇതുവരെ അറിയില്ല. എങ്കിൽ പോലും AJ സ്റ്റൈൽസ് ഉടനെങ്ങും വരില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇഞ്ചുറി ഉണ്ടെന്നാണ് തോന്നുന്നത്. സോ അത് റിയൽ ഇഞ്ചുറിയാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയും സമയം എടുക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോഴെങ്കിലും വരത്തില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മിനിമം ഒരു റോൾ നമ്പർ വരെയെങ്കിലും എടുക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞൊക്കെ വരാനുള്ള സാധ്യതകളുള്ളൂ. സോ ഉടനെങ്ങും AJ സ്റ്റൈൽസിനെ പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ പറയണം. എന്തായാലും ഇത് കേൾക്കുമ്പോൾ AJ സ്റ്റൈൽസ് ഫാൻസിന് അത്ര എന്താ പറയുക നല്ല വാർത്തയല്ല. ബട്ട് സ്റ്റിൽ അദ്ദേഹം ഇഞ്ചുറിയൊക്കെ മാറിയിട്ട് നല്ല രീതി വരട്ടെ, ഇനിയൊരു ഇഞ്ചുറി ഉണ്ടാകാതെ. കാരണം ഇതിൻ്റെ ഒരു വന്നപ്പോൾ ഉള്ള റണ്ണ് ഒരു 2-3 വർഷം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. ജോൺസിനോടൊത്തുള്ള ഫ്യൂഡ്, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. അത് കഴിഞ്ഞ് എന്തോ ഒരു ഡിമ്മായി. സ്റ്റിൽ ആ ഒരു ഓറ അദ്ദേഹത്തിലുണ്ട്. ഷിൻസുക്കെ നകമുറയൊക്കെ നേരത്തെ ക്രിയേറ്റ് ചെയ്തൊരു ഓറ അദ്ദേഹത്തിന് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് സ്റ്റിൽ AJ സ്റ്റൈൽസിൻ്റെ ആ ഒരു ഓറ അദ്ദേഹം വരുമ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എന്താ പറയുക, ആ ഒരു ഇത് മാത്രമില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല. നമ്മുടെ കോഡ് റോഡ്സിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, WWE അല്ലെങ്കിൽ റെസ്ലിംഗ് ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് നൈറ്റ്മെയർ ഫാക്ടറി എന്നാണ്. സോ എന്തായാലും ആ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ആ ഒരു റെസ്ലിംഗ് സ്കൂളിൽ നമ്മുടെ ജോൺസിനെ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ഒരു പിക്ചർ അദ്ദേഹം ഇപ്പോൾ അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കോഡ് റോഡ്സ് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല, നൈറ്റ്മെയർ ഫാക്ടറി എന്നേ എഴുതിയിട്ടുള്ളൂ. സോ എന്തായാലും ജോൺ സീന കോഡ് റോഡ് സ്റ്റോറി ലൈൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഫ്യൂച്ചറിൽ വളർന്നവർ ഈ ഫോട്ടോയിൽ കിടന്നൊക്കെ ആരെങ്കിലും നമുക്ക് ഫ്യൂച്ചറിൽ WWE സൂപ്പർ സ്റ്റാറായിട്ട് കാണാൻ സാധിക്കുമായിരിക്കും. കാരണം നമുക്കറിയാം AEW എന്ന് പറയുന്ന ഒരു കമ്പനി തുടക്കത്തിൽ ഈ ഒരു തരത്തിൽ വെല്ലുവിളി ഉണ്ടാക്കാൻ WWEക്ക് സാധിപ്പിച്ചെടുത്തത് ഇവിടെ കോഡ് റോഡ്സാണ്. സോ അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് സ്കൂളിൽ നിന്ന് നല്ല 2-3 ടാലൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നും ഉണ്ടാകില്ല. എന്തായാലും ഫ്യൂച്ചറിൽ നിന്ന് ഉറപ്പായിട്ടും ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ വരുമെന്നൊക്കെ വിചാരിക്കും സൂപ്പർ താരങ്ങളൊക്കെ. സോ പിന്നെ ബ്ലഡ് ലൈൻ്റെ 5 vs 5 മാച്ച് ഉണ്ട്. എന്തായാലും അതിൽ 5ാമതൊരു മെമ്പേഴ്സ് ഉണ്ടാകുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്.
എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് 5ാമത് മെമ്പേഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ്. അത് സെത്ത് റോളിൻസും അതുപോലെ തന്നെ ബ്രോൺസൺ റീഡിൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ എനിക്ക് തോന്നുന്നില്ല അതായത് ഇവർ അവസാനം വരെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പലരും പറയുന്നുണ്ട് ചിലപ്പോൾ എന്താ പറയുക ആ ഒരു ദിവസം ഇവർ തമ്മിൽ അടിയിട്ട് ഈ ഒരു മാച്ചിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പകരം ഇതൊരു 4 വേഴ്സസ് 4 ആയിട്ട് നടക്കും. അല്ലെങ്കിൽ ഈ ഒരു ടീമിൽ റോക്കോ അല്ലെങ്കിൽ കോഡി റോഡ്സോ ജോയിൻ ചെയ്യുമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്താണ് ഇതിലെ വാസ്തവം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് 4 വേഴ്സസ് 4 ആയിട്ട് നടത്തുന്നതാണ് നല്ലത്. ഇതിൽ നമുക്കറിയാം സാമി സൈനെ നമുക്ക് വിട്ടേക്കാം. അദ്ദേഹം ഈ ഒരു ബ്ലഡ് ലൈനിൽ വന്ന് തുടക്കം തൊട്ടൊരു സ്റ്റോറി ലൈനിലായിട്ട് കയറി ആ ഒരു ലെവലിലേക്ക് മാറിയൊരു അതായത് നമുക്കൊരു ബ്ലഡ് ലൈനിൽ ഒരു വ്യക്തിയായിട്ട് അവരുടെ ബ്രദറായിട്ട് നമുക്ക് സാമി സൈനെ കാണാൻ സാധിക്കുള്ളൂ. സെത്ത് റോളിൻസ് അതുപോലെ തന്നെ ബ്രോൺസൺ റീഡ് ഇതിൻ്റെ ഇടയിലേക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇവരുടെ ആ ഒരു സ്റ്റോറി ലൈനാണ്. പിന്നെ റോക്ക് വന്നാലും പിന്നെ പ്രശ്നമില്ല. കോഡി റോഡ്സും പിന്നെ ഈ ഒരു സ്റ്റോറി ലൈനിൻ്റെ ഇടയിലേക്ക് കയറി വരും. അതും എനിക്കത്ര ബ്ലഡ് ലൈൻ വേഴ്സസ് ബ്ലഡ് ലൈൻ അല്ല. സോ ആ ഒരു രീതിയിൽ നടക്കുന്നതാണ് നല്ലത്. എന്തായാലും എനിക്കത് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീട്ടിൽ കാണുന്നവർ ഗുഡ് ബൈ.